സുരേഷ് വളരെ അടുപ്പമുള്ള ഒരു ഓൾറൗണ്ടറാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹം നടനാണ്, ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, സംവിധായകനാണ്. ഞാൻ വിളിക്കട്ടെ? വിളിക്കട്ടെ. Let's welcome നാദിർ ഷാ. ചേട്ടാ നമസ്കാരം. ഇതല്ല, ഇത് ഈ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന ആളാണ് മണിയെന്ന്. നാദിർ ദിർഷ എന്ന് പറഞ്ഞത് നമ്മുടെ സ്കിറ്റില് അറേബ്യൻ ഡ്രീംസില് അല്ലേ? ഹിന്ദിക്കാർക്ക് നസറുദ്ദീൻ ഷാ ആണെങ്കിൽ നമുക്ക് നാദിർ ഷാ. എന്റെ മോളിവുഡ് ബാദ്ഷയാണ് എന്റെ ബോളിവുഡ് ബാദ്ഷാ. എല്ലാ ഷായും ആയല്ലോ ഇപ്പോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതായത് മാവേലിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള മലയാളത്തിലെ ആളാരാണെന്ന് ചോദിച്ചാൽ ദേമാവേലി കൊമ്പത്ത്. ഒന്ന് ദേമാവേലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് മുട്ട് വെച്ചോടൊക്കെ അവിടെ നിൽക്കട്ടെ. വീടിന്റെ പേരെന്താ? മാവേലിൽ ഹൗസ്. വീടിന്റെ സ്ഥലം ഏതാ? അത് ആദ്യമായിട്ടാ കേൾക്കുന്നത്. അതായത് ചേട്ടാ കണക്ഷൻ പറയാം. വീട്ടുപേര് മാവേലിൽ ഹൗസ്. ഞാൻ ജനിച്ചത് പാതാളം, ഏലൂർ പാതാളത്തിൽ, അവിടുത്തെ ഒരു ഹോസ്പിറ്റല്, പാതാള ഹോസ്പിറ്റല്. അത്താഘോഷം നടക്കുന്ന അന്നാണ് ഞാൻ ജനിക്കുന്നത്, അത്തത്തിന്റെ അന്ന്. ഞാനിപ്പോ പോയി താമസിക്കുന്നത് തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്ത്. ചവിട്ടി താഴ്ത്തിയത് ടിനിട്ടോ. വെറുതെ ഒരു പ്രാസം ഒപ്പിച്ച് തട്ടിവിട്ടാ, വേറെ ആരും കിട്ടില്ല അവന്. അല്ല ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ചേട്ടനൊപ്പമുള്ള അഭിനയ അനുഭവം പറയാനുണ്ടല്ലോ അല്ലെ? മാനത്തെ കൊട്ടാരം. രണ്ടാം ഭാവം ലാൽ ജോസ് ആണ് ഡയറക്ടർ. അപ്പൊ ലാൽ ജോസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ് എങ്ങനെ സുരേഷ് ചേട്ടന്റെ പടം നോക്കുമ്പോൾ ഞാനൊരു തൊപ്പി വെച്ചിട്ട് ഒരു ദിവസം ലാൽ ജോസിന്റെ വീട്ടിൽ പോയി. അപ്പൊ ലാലും ഇങ്ങനെ നോക്കിയിട്ട്, എടാ ഇത് കൊള്ളാല, നിനക്ക് ഈ ഒരു ക്യാരക്ടർ ഉണ്ട്, അതിൽ ഒന്ന് 2 സീനുള്ളൂ. ആ 2 സീൻ കഴിയുമ്പോൾ ഒരു പാട്ട് സീനിലുണ്ട്. ആ പാട്ട് സീൻ കഴിയുമ്പോൾ നിന്നെ സുരേഷ് ചേട്ടൻ വന്ന് കൊന്നുകളയും. ഞാൻ പറഞ്ഞു, സുരേഷ് ചേട്ടൻ എന്നെ കൊല്ലുന്ന തരത്തില് അത്രയും വില്ലാണ്, അത് കഥാപരമായിട്ട് വേറെ ഉണ്ട്, സുരേഷ് ചേട്ടനാണ് നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞു. സെലിംകുമാറിന്റെ അടുത്ത് വന്ന് ഈ കഥ പറയാ, എടാ എനിക്ക് സുരേഷ് ചേട്ടന്റെ പടത്തിൽ ലാൽ ജോസ് ഡയറക്ട് ചെയ്യുന്ന പടത്തിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട്. എന്താണ് നിന്റെ വേഷം? ഞാൻ പറഞ്ഞു, സോങ് സീക്വൻസിന് മുമ്പ് 2 സീനുണ്ട്, അത് കഴിഞ്ഞൊരു പാട്ട്. ആ പാട്ട് കഴിയുമ്പോൾ പാട്ടിന്റെ അവസാനം സുരേഷ് ചേട്ടൻ വന്നു എന്നെ കൊല്ലുന്നു. നീ എന്ത് വില കൊടുത്തും എനിക്ക് ആ കൊല്ലണ സീക്വൻസ് ഒന്ന് മേടിച്ചോ. ഞാൻ വരുന്നു, ഞാൻ നിന്നെ കൊല്ലുന്നു, പോകുന്നു. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ? നീ ആ പടത്തിൽ 2 സീൻ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ നിന്നെ കൊല്ലുമ്പോ എനിക്ക് നല്ല കൈയടി കിട്ടുന്നു. സുരേഷ് ചേട്ടനുമായിട്ട് മാനത്തെ കൊട്ടാരം ഫസ്റ്റ് അല്ലേ, ഒരുപക്ഷെ നായകനായിട്ടുള്ള ഫസ്റ്റ് പടമല്ലേ മാനത്തെ കൊട്ടാരം? മാനത്തെ കൊട്ടാരം ഒരു തുല്യ കഥാപാത്രങ്ങൾ വെച്ചിട്ട് ദിലീപ് ആയിരുന്നു ആ പടത്തിലെ ഹീറോ. പക്ഷെ അത് ജീവിതത്തില് വലിയ ഒരു കുറെ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്കൊരു ബിഗ് ബ്രദറിന് ആ സിനിമ തന്നു. ആ സിനിമ ആദ്യത്തെ 2 ദിവസം ആളില്ല, കാരണം സുരേഷ് ഏട്ടന്റെ പോസ്റ്റർ ഒട്ടിച്ചു. സുരേഷ് ഏട്ടന്റെ പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം 5-ാം ദിവസം ആള് കയറി തുടങ്ങി. ഇതേപോലെ തന്നെ വേറൊരു പടം നോട്ട്ബുക്ക്, ഫുൾ പുതുമുഖങ്ങളുള്ള പടത്തില് സുരേഷ് ഏട്ടൻ മാത്രമാണ് അതിനകത്ത് വന്ന് ചെയ്തത്. ഒരൊറ്റ സീക്വൻസ്. സുരേഷ് ഏട്ടൻ ചെറിയ വേഷങ്ങൾ ചെയ്ത ഹിറ്റ് പടങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. അലക്സാണ്ടർ. അതെ, ഞങ്ങളുടെ മിമിക്രി അസോസിയേഷന്റെ രക്ഷാധികാരി ആണ്, ഞങ്ങളുടെ ഒരു ധൈര്യമാണ്. നാദർഷക, നമുക്ക് ഈ യാത്രയിൽ നാദർഷക നമ്മുടെ കൂടെ ഉണ്ടാവണം. തീർച്ചയായിട്ടും. അവിടെ സുരേഷ് ഏട്ടന്റെ അടുത്ത് പോയിരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.